നമസ്തേ. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കേരള മണ്ണിൽ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യ സ്വാമികളുടെ അനുഭവ കഥയിൽ നിന്നാണ്. ആചാര്യസ്വാമികളുടെ പ്രധാന ശിഷ്യരിൽ ഒരാളായിരുന്നു സുനന്ദൻ എന്നു പേരായ പത്മപാദർ. ഈ സുനന്ദനെ കൂടാതെ ആചാര്യസ്വാമികൾക്ക് മറ്റ് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഗുരുവിൻ്റെ ഈ സുനന്ദനോടുള്ള അമിതമായ വാത്സല്യം മറ്റ് ശിഷ്യഗണങ്ങളെ അലോസരപ്പെടുത്തി. ഗുരുവിനത് മനസ്സിലാകുകയും ചെയ്തു. ഒരവസരം വരുമ്പോൾ അതവരെ ബോധ്യപ്പെടുത്താം എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ ഈ സുനന്ദൻ ഗംഗയുടെ മറുകര നിൽക്കുകയായിരുന്നു. ആചാര്യസ്വാമികൾ സുനന്ദ, ഇവിടെ വരെ വരൂ. ഗുരു പറഞ്ഞതുമല്ല. സുനന്ദൻ ഒന്നും ചിന്തിക്കാതെ ആഴമേറിയ ഗംഗാനദി, അതിൻ്റെ വീതിയോ നീളമോ ഒന്നും നോക്കാതെ നേരെ നടന്ന് ഇങ്ങ് പോരുകയായിരുന്നു. അങ്ങനെ നടന്നു വരുമ്പം ഓരോ പാദത്തിൻ്റെ ചുവട്ടിൽ ഓരോ പത്മം വിരിഞ്ഞു, അതായത് താമര വിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം താമര ഇതളിൽ ചവിട്ടി ഇക്കരെ എത്തി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് പത്മപാദർ എന്ന പേര് വന്നത്. അപ്പോൾ ഗുരു ഈ പത്മപാദരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നെന്നും അദ്ദേഹം എന്തിനാണ് ഈ ജന്മത്തിൽ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണെന്നും ഉള്ള കഥ അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഈ സുനന്ദൻ അല്ലെങ്കിൽ പത്മപാദർ വിഷ്ണുവിനെ നരസിംഹ രൂപത്തിൽ കാണണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അങ്ങനെ യുവാവായ അദ്ദേഹം ഒരു വനാന്തര ഭാഗത്ത് തപസ് ചെയ്യാൻ വേണ്ടി പോവുകയും അങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം തപസ്സിനുള്ള സ്ഥലം കണ്ടെത്തുകയും അവിടെ തപസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ വനത്തിൽ താമസിക്കുന്ന വനപാലകർ ഒരു വൈകുന്നേരം ഈ പത്മപാദരെ കാണുകയും എന്താണ് തമ്പുരാൻ ഇവിടെ ഇരിക്കുന്നത് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ പത്മപാദർ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ജീവിയെ കാണാൻ വന്നതാണ്. ഒരു പ്രത്യേകതരം ജീവിയാണ്. ആ ജീവി ഈ കാട്ടിലുണ്ട്. അതിൻ്റെ തല സിംഹത്തിൻ്റേതും ഉടല് മനുഷ്യൻ്റേതുമാണ്. അങ്ങനെ ഒരു ജീവി ഈ കാട്ടിലുണ്ട്. അതിനെ കാണാൻ വേണ്ടി വന്നതാണ്. അല്ലാതെ വിഷ്ണുവിനെ കാണാനെന്നോ നരസിംഹാവതാരത്തെ കാണാനെന്നോ ഒക്കെ പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ അതിൻ്റെ നേതാവ് ചാത്തൻ പ്രതികരിച്ചു, തമ്പുരാനെ, അങ്ങനെ ഒരു ജീവി ഈ വനത്തിലില്ല. ഞങ്ങൾ ഈ കാടും മേടും എല്ലാം അരിച്ചു പെറുക്കി നടക്കുന്നതാണ്. അങ്ങനൊരു ജീവി ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനൊരു ജീവി ഈ വനത്തിലില്ല. പക്ഷേ ഈ പത്മപാദർ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു, അങ്ങനൊരു ജീവി വനത്തിലുണ്ട്. ആ ജീവിയെ കാണാനായിട്ടാണ് ഞാൻ
ഇത്രയും മെനക്കെട്ട് ഇവിടെ വന്നത്, അതിനെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത്രയും തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾക്കും അതിന് നേതാവായ ചാത്തനും തോന്നി ശരിയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം നാട്ടും പുറത്തൊന്നും ഈ വനത്തിൽ വരേണ്ട ഒരാവശ്യവുമില്ലല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചു, നാളെ രാവിലെ നമ്മൾ കായലിയെ മേയ്ക്കാൻ ഇറങ്ങുമ്പോൾ ഈ ജീവിയെ നമുക്ക് അന്വേഷിക്കാം എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരെല്ലാം കൂടി എല്ലാ വനമേഖലയുടെ എല്ലാ ഭാഗത്തും അരിച്ചു പെറുക്കി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്ഥലത്തും പുരാണത്തിൻ്റെ ഓരോരോ വിഭാഗമായിട്ട് തിരിഞ്ഞ് അവരന്വേഷണം ആരംഭിച്ചു. വൈകിട്ട് അവരെല്ലാം കൂടെ ഒത്തുകൂടി വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇത് പല ദിവസം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അങ്ങനൊരു ജീവി അവരാരും കണ്ടില്ല. ആ ചാത്തൻ്റെ സംഘത്തിൽ നിന്നും പലരും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഇത് ചുമ്മാതെ, ഇത് വെറുതെയാണ്, അദ്ദേഹം ചുമ്മാതെ പറഞ്ഞതാണ്, നമ്മൾ വെറുതെ ഇതിൻ്റെ പുറകെ നടന്ന് സമയം കളയുകയാണ്. അങ്ങനെ ഓരോരുത്തർ പൊഴിഞ്ഞു പോയി. അവസാനം ഈ ചാത്തൻ മാത്രം അവശേഷിച്ചു. അദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ അന്വേഷണം നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും അന്വേഷണം ഒറ്റയ്ക്ക് അദ്ദേഹം അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ബാലനായ അദ്ദേഹം യുവാവായ അദ്ദേഹം വയസ്സായിട്ട് അടുത്തു. അദ്ദേഹത്തിൻ്റെ വീട് മറന്നു, നാട് മറന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാലകരെ മറന്നു. എന്തിന് ഈ ആർക്ക് വേണ്ടിയാണോ അദ്ദേഹം അന്വേഷിച്ചത്, ഈ ബാലൻ അന്വേഷിച്ചത്, ആ തമ്പുരാനെയും മറന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നരസിംഹം, ഈ മനുഷ്യനും സിംഹത്തിൻ്റെ തലയുമുള്ള ഈ ജീവിയുടെ മാത്രം രൂപയുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അദ്ദേഹം അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഗുഹയിൽ ചെന്നപ്പോൾ ഒരു സിംഹം അവിടെ കിടന്നുറങ്ങുന്നു. അദ്ദേഹം ചെന്ന് എളുപ്പം ഓടിച്ചെന്നതിനെ നോക്കി, മുഖം നോക്കി, സിംഹത്തിൻ്റെ തല, ഉടൽ നോക്കി, അത് സിംഹത്തിൻ്റെ ഉടൽ. ആ സിംഹം അദ്ദേഹത്തെ കണ്ട് പേടിച്ചരണ്ട് ഒതുങ്ങി നിന്നു. അദ്ദേഹം ഇതല്ല, തിരിച്ച് വീണ്ടും പോയി അടുത്ത ഗുഹ. അങ്ങനെ പല ഗുഹകളിങ്ങനെ കയറി ഇറങ്ങി അദ്ദേഹം ഇങ്ങനെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഗുഹയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ഒരു പാറയുടെ പുറത്ത്, ഗുഹയ്ക്കകത്ത് ഒരു ജീവി ഇരിക്കുന്നു. അദ്ദേഹം ചെന്ന് അടുത്ത് ചെന്നു നോക്കുമ്പോൾ അതിൻ്റെ തല സിംഹത്തിൻ്റെ, ഉടലും മനുഷ്യൻ്റെ. അപ്പോഴാണ് അദ്ദേഹത്തിന് സ്ഥലകാല ബോധമുണ്ട്. നീ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു, നിന്നെ അന്വേഷിച്ച്. അന്നേരമാണ് അദ്ദേഹത്തിന് ആ തമ്പുരാനെ പോലും ഓർമ്മ വന്നത്. നിന്നെ അന്വേഷിച്ചൊരു തമ്പുരാൻ വനാതിർത്തി ഭാഗത്ത് ഇരിപ്പുണ്ട്, നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് ഞാൻ വന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഒരു വള്ളിയെടുത്തു, ഈ ജീവിയുടെ കഴുത്തിൽ കുരുക്കിട്ടു. അതിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ തമ്പുരാനിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ ചെന്നു തമ്പുരാനെ എന്ന് വിളിച്ചു. പത്മപാദർ കണ്ണു തുറന്നു നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുമ്പിൽ വിഷ്ണു നരസിംഹാവതാരമായി നിൽക്കുന്നു. അദ്ദേഹം സാഷ്ടാംഗം ആ നരസിംഹരൂപത്തെ പാദത്തിൽ വണങ്ങി. എന്നിട്ട് അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങേ കാണാൻ വേണ്ടി മാത്രം ഈ വനത്തിൽ വന്നു. പക്ഷേ അങ്ങ് എൻ്റെ മുമ്പിൽ
പ്രത്യക്ഷപ്പെട്ടില്ല. ഈ വന ബാലകനായ ഈ ചെറുക്കൻ്റെ ഈ യുവാവിൻ്റെ മുമ്പിലാണ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. നരസിംഹം വിഷ്ണുവിൻ്റെ രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് പത്മവാദരോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, നീ ആർക്ക് വേണ്ടിയാണ് എന്നെ അന്വേഷിച്ചത്? നിനക്ക് വേണ്ടി, നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. ഞാൻ ഒരിക്കൽ മാത്രമേ ആ അവതാരമെടുത്തിട്ടുള്ളൂ. അസുരനായ ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടി മാത്രം. നിനക്ക് എന്നെ ആ രൂപത്തിൽ കാണണമെന്നുള്ളത് നിന്റെ സ്വാർത്ഥ താല്പര്യം മാത്രം. നേരെ മറിച്ച് ഇവൻ എന്നെ അന്വേഷിച്ചത് നിനക്ക് വേണ്ടി. അവൻ നിഷ്കാമ കർമ്മം ചെയ്തു, നീ സ്വാർത്ഥ കർമ്മം ചെയ്തു. നിനക്ക് ഇനി അടുത്ത ജന്മത്തിൽ മോചനമുണ്ടാവും, മോക്ഷമുണ്ടാവും. ശിവന്റെ അവതാരത്തിൽ ശങ്കരൻ എന്നു പേരായ ഒരു മനുഷ്യജന്മം എടുക്കും. അദ്ദേഹത്തിനെ ശിഷ്യപ്പെട്ട് അദ്ദേഹത്തിൽ കൂടി നിനക്ക് ബ്രഹ്മപദത്തിലെത്താം. ഞാൻ ഇവന് മോക്ഷം കൊടുക്കാൻ പോകുന്നു. ഇവന് ഞാൻ മോക്ഷം കൊടുത്ത് ഇവനെ ഞാൻ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ കഥയുടെ അന്തസത്ത നമ്മളെല്ലാം പ്രതിഫലം കണ്ടാണ്, പ്രതിഫലം മോഹിച്ചാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിന് ഒരു പൂർണ്ണത വരുത്തില്ല, പൂർണ്ണത ഉണ്ടാവില്ല. കർമ്മം വൃത്തിയായിട്ട് ചെയ്യുന്നതിന് പകരം ആദ്യമേ അതിൻ്റെ ഫലം എന്ത് കിട്ടും, ആ ഫലത്തെ മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ കർമ്മം ഒരു പരിപൂർണതയിലെത്താൻ പാടാണ്. അപ്പം ഇതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മം ചെയ്യുക. ആ കർമ്മത്തിൽ കൂടി നിങ്ങളുടെ പൂർണ്ണതയിലെത്തും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ നിലയെന്ന് പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷപ്രാപ്തി വരെ എത്താൻ പ്രാപ്തമാണ് നിഷ്കാമകർമ്മം. അതാണ് ഈ കഥയുടെ പൊരുൾ. നന്ദി, നമസ്കാരം. നമസ്തേ. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കേരള മണ്ണിൽ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യ സ്വാമികളുടെ അനുഭവ കഥയിൽ നിന്നാണ്. ആചാര്യസ്വാമികളുടെ പ്രധാന ശിഷ്യരിൽ ഒരാളായിരുന്നു സുനന്ദൻ എന്നു പേരായ പത്മവാദർ. ഈ സുനന്ദനെ കൂടാതെ ആചാര്യസ്വാമികൾക്ക് മറ്റ് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഗുരുവിൻ്റെ ഈ സുനന്ദനോടുള്ള അമിതമായ വാത്സല്യം മറ്റ് ശിഷ്യഗണങ്ങളെ അലോസരപ്പെടുത്തി. ഗുരുവിനത് മനസ്സിലാകുകയും ചെയ്തു. ഒരവസരം വരുമ്പോൾ അതവരെ ബോധ്യപ്പെടുത്താം എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ ഈ സുനന്ദൻ ഗംഗയുടെ മറുകര നിൽക്കുകയായിരുന്നു.
ആചാര്യസ്വാമികൾ സുനന്ദ ഇവിടെ വരെ വരൂ. ഗുരു പറഞ്ഞതുമല്ല. സുനന്ദൻ ഒന്നും ചിന്തിക്കാതെ ആഴമേറിയ ഗംഗാനദി അതിൻ്റെ വീതിയോ നീളമോ ഒന്നും നോക്കാതെ നേരെ നടന്ന് ഇങ്ങ് പോരുകയായിരുന്നു. അങ്ങനെ നടന്നു വരുമ്പം ഓരോ പാദത്തിൻ്റെ ചുവട്ടിൽ ഓരോ പത്മം വിരിഞ്ഞു, അതായത് താമര വിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം താമര ഇതളിൽ ചവിട്ടി ഇക്കരെ എത്തി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് പത്മപാദർ എന്ന പേര് വന്നത്. അപ്പോൾ ഗുരു ഈ പത്മപാദരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നെന്നും അദ്ദേഹം എന്തിനാണ് ഈ ജന്മത്തിൽ ജന്മമെടുത്ത് തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണെന്നും ഉള്ള കഥ അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഈ സുനന്ദൻ അല്ലെങ്കിൽ പത്മപാദർ വിഷ്ണുവിനെ നരസിംഹ രൂപത്തിൽ കാണണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അങ്ങനെ യുവാവായ അദ്ദേഹം ഒരു വനാന്തര ഭാഗത്ത് തപസ് ചെയ്യാൻ വേണ്ടി പോവുകയും അങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം തപസ്സിനുള്ള സ്ഥലം കണ്ടെത്തുകയും അവിടെ തപസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ വനത്തിൽ താമസിക്കുന്ന വനപാലകർ ഒരു വൈകുന്നേരം ഈ പത്മപാദരെ കാണുകയും എന്താണ് തമ്പുരാൻ ഇവിടെ ഇരിക്കുന്നത് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ പത്മപാദർ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ജീവിയെ കാണാൻ വന്നതാണ്. ഒരു പ്രത്യേകതരം ജീവിയാണ്. ആ ജീവി ഈ കാട്ടിലുണ്ട്. അതിൻ്റെ തല സിംഹത്തിൻ്റേതും ഉടൽ മനുഷ്യൻ്റേതുമാണ്. അങ്ങനെ ഒരു ജീവി ഈ കാട്ടിലുണ്ട്. അതിനെ കാണാൻ വേണ്ടി വന്നതാണ്. അല്ലാതെ വിഷ്ണുവിനെ കാണാനെന്നോ നരസിംഹാവതാരത്തെ കാണാനെന്നോ ഒക്കെ പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ അതിൻ്റെ നേതാവ് ചാത്തൻ പ്രതികരിച്ചു, തമ്പുരാനെ, അങ്ങനെ ഒരു ജീവി ഈ വനത്തിലില്ല. ഞങ്ങൾ ഈ കാടും മേടും എല്ലാം അരിച്ചു പെറുക്കി നടക്കുന്നതാണ്. അങ്ങനൊരു ജീവി ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനൊരു ജീവി ഈ വനത്തിലില്ല. പക്ഷേ ഈ പത്മപാദർ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു, അങ്ങനൊരു ജീവി വനത്തിലുണ്ട്. ആ ജീവിയെ കാണാനായിട്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ട് ഇവിടെ വന്നത്. അതിനെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത്രയും തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾക്കും അതിന് നേതാവായ ചാത്തനും തോന്നി, ശരിയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം നാട്ടും പുറത്തൊന്നും ഈ വനത്തിൽ വരേണ്ട ഒരാവശ്യവുമില്ലല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചു, നാളെ രാവിലെ നമ്മൾ കായലിയെ മേയ്ക്കാൻ ഇറങ്ങുമ്പോൾ ഈ ജീവിയെ നമുക്ക് അന്വേഷിക്കാം എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരെല്ലാം കൂടി എല്ലാ വനമേഖലയുടെ എല്ലാ ഭാഗത്തും അരിച്ചു പെറുക്കി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്ഥലത്തും പുരാണത്തിൻ്റെ ഓരോരോ വിഭാഗമായിട്ട് തിരിഞ്ഞ് അവരന്വേഷണം ആരംഭിച്ചു. വൈകിട്ട് അവരെല്ലാം കൂടെ ഒത്തുകൂടി വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇത് പല ദിവസം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അങ്ങനൊരു ജീവി അവരാരും കണ്ടില്ല. ആ ചാത്തൻ്റെ സംഘത്തിൽ നിന്നും പലരും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഇത് ചുമ്മാതെ, ഇത് വെറുതെയാണ്, അദ്ദേഹം ചുമ്മാതെ പറഞ്ഞതാണ്, നമ്മൾ വെറുതെ ഇതിൻ്റെ പുറകെ നടന്ന് സമയം കളയുകയാണ്. അങ്ങനെ
ഓരോരുത്തർ പൊഴിഞ്ഞു പോയി. അവസാനം ഈ ചാത്തൻ മാത്രം അവശേഷിച്ചു. അദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ അന്വേഷണം നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും അന്വേഷണം ഒറ്റയ്ക്ക് അദ്ദേഹം അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ബാലനായ അദ്ദേഹം യുവാവായ അദ്ദേഹം വയസ്സായിട്ട് അടുത്തു. അദ്ദേഹത്തിൻ്റെ വീട് മറന്നു, നാട് മറന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാലകരെ മറന്നു. എന്തിന്? ഈ ആർക്ക് വേണ്ടിയാണോ അദ്ദേഹം അന്വേഷിച്ചത്, ഈ ബാലൻ അന്വേഷിച്ചത്? ആ തമ്പുരാനിയെ മറന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നരസിംഹം, ഈ മനുഷ്യനും സിംഹത്തിൻ്റെ തലയുമുള്ള ഈ ജീവിയുടെ മാത്രം രൂപയുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അദ്ദേഹം അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഗുഹയിൽ ചെന്നപ്പോൾ ഒരു സിംഹം അവിടെ കിടന്നുറങ്ങുന്നു. അദ്ദേഹം ചെന്ന് എളുപ്പം ഓടിച്ചെന്നതിനെ നോക്കി, മുഖം നോക്കി, സിംഹത്തിൻ്റെ തല, ഉടൽ നോക്കി, അത് സിംഹത്തിൻ്റെ ഉടൽ. ആ സിംഹം അദ്ദേഹത്തെ കണ്ട് പേടിച്ചരണ്ട് ഒതുങ്ങി നിന്നു. അദ്ദേഹം ഇതല്ല, തിരിച്ച് വീണ്ടും പോയി അടുത്ത ഗുഹ. അങ്ങനെ പല ഗുഹകളിങ്ങനെ കയറി ഇറങ്ങി അദ്ദേഹം ഇങ്ങനെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഗുഹയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ഒരു പാറയുടെ പുറത്ത്, ഗുഹയ്ക്കകത്ത് ഒരു ജീവി ഇരിക്കുന്നു. അദ്ദേഹം ചെന്ന് അടുത്ത് ചെന്നു നോക്കുമ്പോൾ അതിൻ്റെ തല സിംഹത്തിൻ്റെ, ഉടലും മനുഷ്യൻ്റെ. അപ്പോഴാണ് അദ്ദേഹത്തിന് സ്ഥലകാല ബോധമുണ്ട്. ആഹാ, നീ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. നിന്നെ അന്വേഷിച്ച് അന്നേരമാണ് അദ്ദേഹത്തിന് ആ തമ്പുരാനെ പോലും ഓർമ്മ വന്നത്. നിന്നെ അന്വേഷിച്ചൊരു തമ്പുരാൻ വനാതിർത്തി ഭാഗത്ത് ഇരിപ്പുണ്ട്. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് ഞാൻ വന്നത്. അദ്ദേഹം അവിടുന്ന് ഒരു വള്ളിയെടുത്തു, ഈ ജീവിയുടെ കഴുത്തിൽ കുരുക്കിട്ടു. അതിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ തമ്പുരാനിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ ചെന്നു തമ്പുരാനെ എന്ന് വിളിച്ചു. പത്മപാദർ കണ്ണു തുറന്നു നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുമ്പിൽ വിഷ്ണു നരസിംഹാവതാരമായി നിൽക്കുന്നു. അദ്ദേഹം സാഷ്ടാംഗം ആ നരസിംഹരൂപത്തെ പാദത്തിൽ വണങ്ങി. എന്നിട്ട് അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി മാത്രം ഈ വനത്തിൽ വന്നു. പക്ഷേ അങ്ങ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഈ ബാലകനായ ഈ ചെറുക്കൻ്റെ, ഈ യുവാവിൻ്റെ മുമ്പിലാണ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. നരസിംഹം വിഷ്ണുവിൻ്റെ രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് പത്മപാദരോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക. നീ ആർക്ക് വേണ്ടിയാണ് എന്നെ അന്വേഷിച്ചത്? നിനക്ക് വേണ്ടി, നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. ഞാൻ ഒരിക്കൽ മാത്രമേ ആ അവതാരമെടുത്തിട്ടുള്ളൂ. അസുരനായ ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടി മാത്രം. നിനക്ക് എന്നെ ആ രൂപത്തിൽ കാണണമെന്നുള്ളത് നിന്റെ സ്വാർത്ഥ താല്പര്യം മാത്രം. നേരെ മറിച്ച് ഇവൻ എന്നെ അന്വേഷിച്ചത് നിനക്ക് വേണ്ടി. അവൻ നിഷ്കാമകർമ്മം ചെയ്തു, നീ സ്വാർത്ഥ കർമ്മം ചെയ്തു. നിനക്ക് ഇനി
അടുത്ത ജന്മത്തിൽ മോചനമുണ്ടാവും, മോക്ഷമുണ്ടാവും. ശിവൻ്റെ അവതാരത്തിൽ ശങ്കരൻ എന്നു പേരായ ഒരു മനുഷ്യജന്മം എടുക്കും. അദ്ദേഹത്തിനെ ശിഷ്യപ്പെട്ട് അദ്ദേഹത്തിൽ കൂടി നിനക്ക് ബ്രഹ്മപദത്തിലെത്താം. ഞാൻ ഇവന് മോക്ഷം കൊടുക്കാൻ പോകുന്നു. ഇവന് ഞാൻ മോക്ഷം കൊടുത്ത് ഇവനെ ഞാൻ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ കഥയുടെ അന്തസത്ത നമ്മളെല്ലാം പ്രതിഫലം കണ്ടാണ്, പ്രതിഫലം മോഹിച്ചാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിന് ഒരു പൂർണ്ണത വരുത്തില്ല, പൂർണ്ണത ഉണ്ടാവില്ല. കർമ്മം വൃത്തിയായിട്ട് ചെയ്യുന്നതിന് പകരം ആദ്യമേ അതിൻ്റെ ഫലം എന്ത് കിട്ടും ആ ഫലത്തെ മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ കർമ്മം ഒരു പരിപൂർണതയിലെത്താൻ പാടാണ്. അപ്പം ഇതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മം ചെയ്യുക. ആ കർമ്മത്തിൽ കൂടി നിങ്ങളുടെ പൂർണ്ണതയിലെത്തും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ നിലയെന്ന് പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷപ്രാപ്തി വരെ എത്താൻ പ്രാപ്തമാണ് നിഷ്കാമകർമ്മം. അതാണ് ഈ കഥയുടെ പൊരുൾ. നന്ദി, നമസ്കാരം. നമസ്തേ. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കേരള മണ്ണിൽ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യ സ്വാമികളുടെ അനുഭവ കഥയിൽ നിന്നാണ്. ആചാര്യസ്വാമികളുടെ പ്രധാന ശിഷ്യരിൽ ഒരാളായിരുന്നു സുനന്ദൻ എന്നു പേരായ പത്മപാദർ. ഈ സുനന്ദനെ കൂടാതെ ആചാര്യസ്വാമികൾക്ക് മറ്റ് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഗുരുവിൻ്റെ ഈ സുനന്ദനോടുള്ള അമിതമായ വാത്സല്യം മറ്റ് ശിഷ്യഗണങ്ങളെ അലോസരപ്പെടുത്തി. ഗുരുവിനത് മനസ്സിലാകുകയും ചെയ്തു. ഒരവസരം വരുമ്പോൾ അതവരെ ബോധ്യപ്പെടുത്താം എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ ഈ സുനന്ദൻ ഗംഗയുടെ മറുകര നിൽക്കുകയായിരുന്നു. ആചാര്യസ്വാമികൾ സുനന്ദ ഇവിടെ വരെ വരൂ. ഗുരു പറഞ്ഞതുമല്ല. സുനന്ദൻ ഒന്നും ചിന്തിക്കാതെ ആഴമേറിയ ഗംഗാ നദി അതിൻ്റെ വീതിയോ നീളമോ ഒന്നും നോക്കാതെ നേരെ നടന്ന് ഇങ്ങ് പോരുകയായിരുന്നു. അങ്ങനെ നടന്നു വരുമ്പം ഓരോ പാദത്തിൻ്റെ ചുവട്ടിൽ ഓരോ പത്മം വിരിഞ്ഞു, അതായത് താമര വിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം താമര ഇതളിൽ ചവിട്ടി ഇക്കരെ എത്തി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് പത്മപാദർ എന്ന പേര് വന്നത്. അപ്പോൾ ഗുരു ഈ പത്മപാദരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നെന്നും അദ്ദേഹം എന്തിനാണ് ഈ ജന്മമെടുത്ത് തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണെന്നും ഉള്ള കഥ അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഈ സുനന്ദൻ അല്ലെങ്കിൽ പത്മപാദർ വിഷ്ണുവിനെ
രൂപത്തിൽ കാണണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അങ്ങനെ യുവാവായ അദ്ദേഹം ഒരു വനാന്തര ഭാഗത്ത് തപസ് ചെയ്യാൻ വേണ്ടി പോവുകയും അങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം തപസ്സിനുള്ള സ്ഥലം കണ്ടെത്തുകയും അവിടെ തപസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ വനത്തിൽ താമസിക്കുന്ന വനപാലകർ ഒരു വൈകുന്നേരം ഈ പത്മപാദരെ കാണുകയും എന്താണ് തമ്പുരാൻ ഇവിടെ ഇരിക്കുന്നത് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ പത്മപാദർ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ജീവിയെ കാണാൻ വന്നതാണ്. ഒരു പ്രത്യേകതരം ജീവിയാണ്. ആ ജീവി ഈ കാട്ടിലുണ്ട്. അതിൻ്റെ തല സിംഹത്തിൻ്റേതും ഉടൽ മനുഷ്യൻ്റേതുമാണ്. അങ്ങനെ ഒരു ജീവി ഈ കാട്ടിലുണ്ട്. അതിനെ കാണാൻ വേണ്ടി വന്നതാണ്. അല്ലാതെ വിഷ്ണുവിനെ കാണാനെന്നോ നരസിംഹാവതാരത്തെ കാണാനെന്നോ ഒക്കെ പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ അതിൻ്റെ നേതാവ് ചാത്തൻ പ്രതികരിച്ചു, തമ്പുരാനെ, അങ്ങനെ ഒരു ജീവി ഈ വനത്തിലില്ല. ഞങ്ങൾ ഈ കാടും മേടും എല്ലാം അരിച്ചു പെറുക്കി നടക്കുന്നതാണ്. അങ്ങനൊരു ജീവി ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനൊരു ജീവി ഈ വനത്തിലില്ല. പക്ഷേ ഈ പത്മപാദർ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു, അങ്ങനൊരു ജീവി വനത്തിലുണ്ട്. ആ ജീവിയെ കാണാനായിട്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ട് ഇവിടെ വന്നത്. അതിനെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത്രയും തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾക്കും അതിന് നേതാവായ ചാത്തനും തോന്നി, ശരിയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം നാട്ടും പുറത്തൊന്നും ഈ വനത്തിൽ വരേണ്ട ഒരാവശ്യവുമില്ലല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചു, നാളെ രാവിലെ നമ്മൾ കായലിയെ മേയ്ക്കാൻ ഇറങ്ങുമ്പോൾ ഈ ജീവിയെ നമുക്ക് അന്വേഷിക്കാം എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരെല്ലാം കൂടി എല്ലാ വനമേഖലയുടെ എല്ലാ ഭാഗത്തും അരിച്ചു പെറുക്കി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്ഥലത്തും പുരാണത്തിൻ്റെ ഓരോരോ വിഭാഗമായിട്ട് തിരിഞ്ഞ് അവരന്വേഷണം ആരംഭിച്ചു. വൈകിട്ട് അവരെല്ലാം കൂടെ ഒത്തുകൂടി വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇത് പല ദിവസം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അങ്ങനൊരു ജീവി അവരാരും കണ്ടില്ല. ആ ചാത്തൻ്റെ സംഘത്തിൽ നിന്നും പലരും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഇത് ചുമ്മാതെ, ഇത് വെറുതെയാണ്, അദ്ദേഹം ചുമ്മാതെ പറഞ്ഞതാണ്, നമ്മൾ വെറുതെ ഇതിൻ്റെ പുറകെ നടന്ന് സമയം കളയുകയാണ്. അങ്ങനെ ഓരോരുത്തർ പൊഴിഞ്ഞു പോയി. അവസാനം ഈ ചാത്തൻ മാത്രം അവശേഷിച്ചു. അദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ അന്വേഷണം നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും അന്വേഷണം ഒറ്റയ്ക്ക് അദ്ദേഹം അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ബാലനായ അദ്ദേഹം യുവാവായ അദ്ദേഹം വയസ്സായിട്ട് അടുത്തു. അദ്ദേഹത്തിൻ്റെ വീട് മറന്നു, നാട് മറന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാലകരെ മറന്നു. എന്തിന്? ഈ ആർക്ക് വേണ്ടിയാണോ അദ്ദേഹം ഈ ബാലൻ അന്വേഷിച്ചത്, ആ തമ്പുരാനെയും മറന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നരസിംഹം, ഈ മനുഷ്യനും സിംഹത്തിൻ്റെ തലയുമുള്ള ഈ ജീവിയുടെ മാത്രം രൂപയുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അദ്ദേഹം അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഗുഹയിൽ ചെന്നപ്പോൾ ഒരു സിംഹം വളർത്തണമെന്ന് ഉറങ്ങുന്നു. അദ്ദേഹം ചെന്ന് ഓടിച്ചെന്നതിനെ നോക്കി, മുഖം നോക്കി, സിംഹത്തിൻ്റെ തല, ഉടൽ നോക്കി, അത് സിംഹത്തിൻ്റെ ഉടൽ. ആ സിംഹം അദ്ദേഹത്തെ കണ്ട് പേടിച്ചരണ്ട് ഒതുങ്ങി നിന്നു. അദ്ദേഹം ഇതല്ല, തിരിച്ച് വീണ്ടും ഇറങ്ങി പോയി അടുത്ത ഗുഹ. അങ്ങനെ പല ഗുഹകളിങ്ങനെ
കയറി ഇറങ്ങി അദ്ദേഹം ഇങ്ങനെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഗുഹയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ഒരു പാറയുടെ പുറത്ത് ഗുഹയ്ക്കകത്ത് ഒരു ജീവി ഇരിക്കുന്നു. അദ്ദേഹം അടുത്ത് ചെന്നു നോക്കുമ്പോൾ അതിൻ്റെ തല സിംഹത്തിൻ്റെ, ഉടലും മനുഷ്യൻ്റെ. അപ്പോഴാണ് അദ്ദേഹത്തിന് സ്ഥലകാല ബോധമുണ്ട്. ആഹാ, നീ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. നിന്നെ അന്വേഷിച്ച് അന്നേരമാണ് അദ്ദേഹത്തിന് ആ തമ്പുരാനെ പോലും ഓർമ്മ വന്നത്. നിന്നെ അന്വേഷിച്ചൊരു തമ്പുരാൻ വനാതിർത്തി ഭാഗത്ത് ഇരിപ്പുണ്ട്. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് ഞാൻ വന്നത്. അദ്ദേഹം അവിടുന്ന് ഒരു വള്ളിയെടുത്തു, ഈ ജീവിയുടെ കഴുത്തിൽ കുരുക്കിട്ടു. അതിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ തമ്പുരാനിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ ചെന്നു തമ്പുരാനെ തമ്പുരാനെ എന്ന് വിളിച്ചു. പത്മപാദർ കണ്ണു തുറന്നു നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുമ്പിൽ വിഷ്ണു നരസിംഹാവതാരമായി നിൽക്കുന്നു. അദ്ദേഹം സാഷ്ടാംഗം ആ നരസിംഹരൂപത്തെ പാദത്തിൽ വണങ്ങി. എന്നിട്ട് അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി മാത്രം ഈ വനത്തിൽ വന്നു. പക്ഷേ അങ്ങ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഈ ബാലകനായ ഈ ചെറുക്കൻ്റെ, ഈ യുവാവിൻ്റെ മുമ്പിലാണ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. നരസിംഹം വിഷ്ണുവിൻ്റെ രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് പത്മപാദരോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക. നീ ആർക്ക് വേണ്ടിയാണ് എന്നെ അന്വേഷിച്ചത്? നിനക്ക് വേണ്ടി, നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. ഞാൻ ഒരിക്കൽ മാത്രമേ ആ അവതാരമെടുത്തിട്ടുള്ളൂ. അസുരനായ ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടി മാത്രം. നിനക്ക് എന്നെ ആ രൂപത്തിൽ കാണണമെന്നുള്ളത് നിന്റെ സ്വാർത്ഥ താല്പര്യം മാത്രം. നേരെ മറിച്ച് ഇവൻ എന്നെ അന്വേഷിച്ചത് നിനക്ക് വേണ്ടി. അവൻ നിഷ്കാമകർമ്മം ചെയ്തു, നീ സ്വാർത്ഥകർമ്മം ചെയ്തു. നിനക്ക് ഇനി അടുത്ത ജന്മത്തിൽ മോചനമുണ്ടാവും, മോക്ഷമുണ്ടാവും. ശിവൻ്റെ അവതാരത്തിൽ ശങ്കരൻ എന്നു പേരായ ഒരു മനുഷ്യജന്മം എടുക്കും. അദ്ദേഹത്തിനെ ശിഷ്യപ്പെട്ട് അദ്ദേഹത്തിൽ കൂടി നിനക്ക് ബ്രഹ്മപദത്തിലെത്താം. ഞാൻ ഇവന് മോക്ഷം കൊടുക്കാൻ പോകുന്നു. ഇവന് ഞാൻ മോക്ഷം കൊടുത്ത് ഇവനെ ഞാൻ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ കഥയുടെ അന്തസത്ത നമ്മളെല്ലാം പ്രതിഫലം കണ്ടാണ്, പ്രതിഫലം മോഹിച്ചാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിന് ഒരു പൂർണ്ണത വരുത്തില്ല, പൂർണ്ണത ഉണ്ടാവില്ല. കർമ്മം വൃത്തിയായിട്ട് ചെയ്യുന്നതിന് പകരം ആദ്യമേ അതിൻ്റെ ഫലം എന്ത് കിട്ടും ആ ഫലത്തെ മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ കർമ്മം ഒരു പരിപൂർണതയിലെത്താൻ പാടാണ്. അപ്പം ഇതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ
നിഷ്കാമ കർമ്മം ചെയ്യുക. ആ കർമ്മത്തിൽ കൂടി നിങ്ങൾ പൂർണ്ണതയിലെത്തും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ നിലയെന്ന് പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷപ്രാപ്തി വരെ എത്താൻ പ്രാപ്തമാണ് നിഷ്കാമകർമ്മം. അതാണ് ഈ കഥയുടെ പൊരുൾ. നന്ദി, നമസ്കാരം.